ഹായ് എവരിബഡി. ഇന്ന് നമ്മൾ ഹെൽത്ത് മാഗിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് അതുപോലെ തന്നെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പലരുടെയും സജഷനും അതുപോലെ തന്നെ റിക്വസ്റ്റും കൂടിയാണ് ഞങ്ങൾ ഈ ടോപ്പിക്ക് സെലക്ട് ചെയ്യാനുള്ള കാരണം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് എങ്ങനെ തടി കൂട്ടാം. ഇത് പറയുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമാണെന്നറിയാം. അത് കഴിക്കരുത് ഇത് കഴിക്കരുത് എന്ന പല സ്ഥലത്ത് നമ്മൾ പറയുമെങ്കിലും ഈ ഒരു വെയിറ്റ് കൂട്ടാനുള്ള ആളുടെ കാറ്റഗറി എന്ന് പറയുന്നത് തന്നെ ഒരു സന്തോഷമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അവർക്ക് അവരുടേതായിട്ടുള്ള വിഷമങ്ങളുണ്ടാവും. സോ ഇന്ന് എന്താണ് ഈ വെയിറ്റ് ഗെയിൻ ആവാത്തതിൻ്റെ കാരണം അല്ലെങ്കിൽ റീസൺ? ഞാൻ പറയുന്ന ടിപ്സുകൾ മുഴുവൻ കുട്ടികൾക്കുള്ളതല്ല കേട്ടോ. ഇറ്റ്സ് ഓൺലി ഫോർ അഡൾട്ട്സ്. സോ അതാദ്യം മനസ്സിൽ വെക്കുക. ഈ വെയിറ്റ് ഗെയിൻ ആവുന്നില്ല എന്ന കാരണം അല്ലെങ്കിൽ തടി കൂടുന്നില്ല എന്ന കാരണം നമ്മൾ അതിൻ്റേതായ രീതിയിൽ ചിന്തിക്കണം. കുറേ ഭക്ഷണം കഴിച്ചാൽ ഒരിക്കലും തടി കൂടില്ല. സോ നമ്മളുടെ ബോഡിയിൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം. ഈ തടി ഇല്ലാത്ത ആൾക്കാരുടെ കേസ് ആണ് പറയുന്നത്. തടി ഉള്ള ആൾക്കാരുടെയോ നോർമൽ ആൾക്കാരുടെയോ കാര്യമല്ല കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും ശരീരത്തിൽ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒരു പ്രത്യേക എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. അതിൻ്റെ പേരാണ് കൊളസിസ്റ്റോകെനിൻ. ഈ കൊളസിസ്റ്റോകെനിൻ പറയുന്ന എൻസൈം ബോഡിയിൽ റിലീസാവുന്ന സമയത്ത് ആ എൻസൈമാണ് നമ്മുടെ ബ്രെയിനിലേക്കുള്ള ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നത്. അതായത് ഈ ഹെപ്പറ്റൈറ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള ഹോർമോണാണിത്. ഓക്കെ, അത് ഈ കറക്റ്റ് ബാലൻസിൽ പോവുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. മോഡറേറ്റ് ആയിട്ടുള്ള വിശപ്പായിരിക്കും, മോഡറേറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കലായിരിക്കും, മോഡറേറ്റ് ആയിട്ടുള്ള ഹെപ്പറ്റൈറ്റ് ആയിരിക്കും. അതൊന്നും ഒരു വിഷയമല്ല. ഈ ഒരു ഹോർമോൺ പ്രൊഡക്ഷൻ വളരെ കുറവാണെങ്കിൽ ഈ കൺട്രോൾ ഹെപ്പറ്റൈറ്റ് അബ്നോർമലായി അപ്പ് ആൻഡ് ഡൗൺ കാണിക്കും. സോ കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞു പോയാലും പ്രശ്നമാണ്. സോ ഈ വെയിറ്റ് കൂടാനുള്ള ആൾക്കാരുടെ പ്രശ്നം ഇതാണ്. ഒരുപാട് എക്സസീവായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുക എന്നുള്ളതാണ്. അങ്ങനെ ഈ ഹോർമോൺ എക്സസീവായി പ്രൊഡ്യൂസ് ചെയ്താൽ നമ്മൾ ആഹാരം കുറച്ച് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് മതി എന്ന് തോന്നും. മറിച്ച് കുറയുമ്പോഴാണ് ഒരുപാട് ആഹാരം കഴിക്കാൻ തോന്നുന്നത്. സോ തടി ഇല്ലാത്തവർക്ക് ഈ ഹോർമോൺ അധികമായി പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. നമുക്കൊരു ഇഡ്ഡലി കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ദോശ കഴിക്കുമ്പോൾ മതിയെന്ന് തോന്നുന്നു. അത് വേറെ കാരണം കൊണ്ടല്ല, ഈ ഹോർമോൺ അധികമായത് കൊണ്ടാണ്. സോ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. നമ്മുടെ ബോഡിയിൽ ആവശ്യമായിട്ടുള്ളൊരു കാലറിയാണ് 1500. അത് 1500 കാലറി എന്നുള്ളത് ഒറ്റ ട്രിപ്പിൽ ഒരിക്കലും ഒരാൾക്കും കഴിക്കാൻ പറ്റില്ല. ഇനി എങ്ങനെ തിരിച്ചും മറിച്ചും കാൽക്കുലേറ്റ് ചെയ്താലും ഈ 1500 കാലറി എന്നുള്ളത് ഒറ്റ ട്രിപ്പിൽ ഒരാൾക്കും കഴിക്കാൻ കഴിയില്ല. സോ ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഈ കാലറീസിനെ പകുതിയായി ഡിവൈഡ് ചെയ്തിട്ട് വേണം ഒരു നോർമൽ ഹ്യൂമൻ ബോഡിയിൽ കഴിക്കാൻ. സോ ഈ വെയിറ്റ് ഗെയിൻ നോക്കുന്നയാൾക്ക് അല്ലെങ്കിൽ തടി കൂട്ടാൻ നോക്കുന്നയാൾ ഒരു 7 to 8 പ്രാവശ്യമെങ്കിലും നല്ല ഫാറ്റി ഫുഡ്സ് കഴിക്കണം. ഇതിൽ നിങ്ങൾക്ക് ഡയബറ്റിക്കോ കൊളസ്ട്രോളോ, ഈ മെലിഞ്ഞ ആൾക്കാർക്കൊന്നും ഡയബറ്റിക്സും കൊളസ്ട്രോളൊന്നും കാണാറുണ്ട്, അല്ലാതെ തടിച്ച ആൾക്കാർക്ക് മാത്രമല്ല കേട്ടോ. സോ ഈ ഡയബറ്റിക്കോ കൊളസ്ട്രോളോ ഉള്ള ആൾക്കാർ ആ മെഡിക്കേഷനായ രീതി ഉണ്ടല്ലോ, അവരുടെ ഫിസിഷ്യൻ പറഞ്ഞ രീതി ഉണ്ടാവും ഭക്ഷണം കഴിക്കാൻ, ആ രീതിയിലേ പോയേ പറ്റൂ. അല്ല ഈ ഡയബറ്റിക്സും കൊളസ്ട്രോളും ഒന്നും നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ടുള്ള ഫാറ്റി ഫുഡ്സ് കഴിക്കുക. ഈ നിങ്ങൾ കഴിക്കുന്ന ഫാറ്റി ഫുഡ്സിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യേണ്ട കുറച്ച് കാര്യം ഞാൻ പറഞ്ഞു തരാം. കുറച്ച് ഫുഡ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അരി ഭക്ഷണം, അതുപോലെ തന്നെ ബദാം, പഴം, പിന്നെ മിൽക്ക്, പിന്നെ ചോക്ലേറ്റ് ഐസ്ക്രീം. എസ്പെഷ്യലി രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 9 മണിക്ക് ശേഷം മാക്സിമം ഒരു വലിയ ഗ്ലാസ്സിൽ മിൽക്ക് ഷേക്സ്. അത് ബദാം ആൽമണ്ട് ആണെങ്കിലും ബെസ്റ്റാണ്, അല്ലെങ്കിൽ കാഷ്യൂ ആണെങ്കിലും ബെസ്റ്റാണ്. മിൽക്ക് ഷേക്ക് കുടിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ തടി നല്ല അടിപൊളിയായിട്ട് പോരും കേട്ടോ. സോ ഞാൻ ഈ പറഞ്ഞു തരുന്ന ടിപ്സുകളെല്ലാം നിങ്ങൾ മനസ്സിൽ വെച്ച് നല്ല രീതിയിൽ ഒന്ന് ട്രൈ ചെയ്യുക. അത് നിങ്ങളുടെ തടി തന്നെ നല്ലവണ്ണം ഉഷാറാക്കിയെടുക്കുക. സോ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഞങ്ങൾക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക്